ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പാർട്സ് ഓഫ് ഫ്ലവർ ആണ് നോക്കുന്നത്. അതായത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഭാഗമാണ് എന്ത്, ഒരു പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ. ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻജിയോസ്പേം മോർഫോളജിയിൽ വരുന്ന ഒരു പോർഷനാണ് എന്ത്, പാർട്ട് ഓഫ് എ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൂവിന് എന്തൊക്കെ ഉണ്ടായിരിക്കും, ഒരു ഷോർട്ട് ആക്സിസ് ഉണ്ടായിരിക്കും, വെരി ഷോർട്ടായിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ തലാമസ് എന്നാണ് പറയാറ്. ഇതെന്താണ്, കണ്ടൻസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, നോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിരിക്കില്ല. ഈ തലാമസിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഫ്ലോറൽ വേൾഡ്സ് എന്തായിട്ടുണ്ടാവും, അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രധാനമായിട്ടും 4 ഫ്ലോറൽ വേൾഡ്സ് ആണ് ഒരു ഫ്ലവറിനുള്ളത്. 4 ഭാഗങ്ങളാണ് ഫ്ലോറൽ വേൾഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, നമ്മളിപ്പം ഒരു സ്റ്റെമ്മിൽ ലീഫ് ഉള്ളതുപോലെ നമ്മളെ തലാമസിലെ നോഡിൽ നിന്ന് വരുന്നതാണ് എന്ത്, ഫ്ലോറൽ വേൾഡ്സ് എന്ന് പറയുന്നത്. ഒരു ഫ്ലവർ, ടിപ്പിക്കൽ ഫ്ലവറിന് 4 ഫ്ലോറൽ വേൾഡ്സ് ആണ് ഉണ്ടാവാറ്. അതിന് പറയുന്ന പേര് എന്തൊക്കെയാണ്, അതായത് ബേസ് മുതൽ ടോപ്പ് വരെയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ. ഒരു ഫ്ലവറിന് ഈ കംപ്ലീറ്റ് ഈ 4 വേർഡ്സും, അതായത് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഇതെല്ലാം ഉള്ള ഫ്ലവറിനെ നമ്മൾ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാത്തതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയും. കംപ്ലീറ്റ് ഫ്ലവറിന് എക്സാമ്പിളാണ് നമ്മൾ എപ്പോഴും നമ്മളിപ്പോൾ ഒരു പൂവിനെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ, 8ാം ക്ലാസ് അല്ല 5ാം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു പൂവാണ് എന്ത്, ഹിബിസ്കസ്. അതായത് നമ്മുടെ ചെമ്പരത്തിയിൽ എല്ലാ വേർഡ്സും ഉണ്ട്. അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് എന്ത്, ഹിബിസ്കസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അലമാണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളാമ്പി പൂവ്. അതൊക്കെ എന്താണ്, കംപ്ലീറ്റ് ഫ്ലവർ ആണ്. അതിലെന്തൊക്കെയുണ്ട്, കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യ ഉണ്ട്, ഗൈനീഷ്യ ഉണ്ട്, എല്ലാം ചേർന്നിട്ടുള്ള ഈ 4 ഫ്ലോറൽ ബേൾസും ചേർന്നിട്ടുള്ള ഒരു ഫ്ലവർ ആണ് എന്ത്, കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അലമാണ്ടയും അതുപോലെ തന്നെ എന്താണ്, ഹിബിസ്കസും. ഓക്കെ, ഇനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാത്തതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറയും. അത് നമ്മൾ സാരാക്ക, അതായത് അശോകം, ടിലിക്കോറ എന്ന് പറയുന്നത് നമുക്ക് അത്ര പരിചയമില്ലാത്ത ഫ്ലവറാണ്. മെനിസ്പെർമേസിയയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് ടിലിക്കോറ എന്ന് പറയുന്നത്. ഇനി ഈ 4 ഫ്ലോറൽ വേൾഡ്സ് പറഞ്ഞു. ആ 4 ഫ്ലോറൽ വേൾഡ്സിൽ കാലിക്സും കൊറോളയാണ് എന്താ, കാലിക്സും കൊറോളയും അത്ര എസെൻഷ്യൽ അല്ല. ഒരു ഫ്ലവറിന് വേണമെന്ന് നിർബന്ധമില്ലാത്ത എന്താണ്, വേൾഡ്സ് ആണ് എന്ത്, കാലിക്സും കൊറോളയും. അത് അഡീഷണൽ ആയിട്ട് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ കാലിക്സും കൊറോളയും ഒക്കെ ഒരു ഫ്ലവറിനുള്ളത്. അങ്ങനത്തെ അത്ര എസെൻഷ്യൽ അല്ലാത്ത, എന്താണ്, നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷന് ആവശ്യമില്ലാത്ത വേൾഡ്സിനെ പറയുന്ന പേരാണ് എന്ത്, നോൺ എസെൻഷ്യൽ വേൾഡ്സ്. അതായത് ഈ വേളുകൾ, അതായത് കാലിക്സും കൊറോളയും ഇല്ലെങ്കിലും ഒരു ഫ്ലവർ എന്താവും, ഫ്രൂട്ടായിട്ട് മാറാം. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. ഈ ഒരു കാലിക്സും കൊറോളയും ഇല്ലെങ്കിലും ആ ഒരു പ്ലാന്റിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. അങ്ങനെയുള്ള ഭാഗങ്ങളെ പറയുന്ന പേരാണ് എന്ത്, നോൺ എസെൻഷ്യൽ വേൾഡ്സ്. അതിൽ പെടുന്നതാണ് എന്ത്, കാലിക്സ്, കൊറോള. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് എന്ത്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ആ ആൻഡ്രീഷ്യത്തിനും ഗൈനീഷ്യത്തിനും എന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷന് എസെൻഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ എസെൻഷ്യൽ വേൾഡ്സ് എന്നാണ് പറയാറ്. ഈ നോൺ എസെൻഷ്യൽ വേൾഡ്സ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അത്ര ആവശ്യമുള്ളതല്ല. പക്ഷെ അത് ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻസെക്റ്റിനെ അതുപോലെ തന്നെ ബേർഡ്സിനെയൊക്കെ, എന്താണ്, തേനീച്ചകളെയും മറ്റു വണ്ടുകളെയൊക്കെ ആ ഒരു പോളിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്റ്റ് ചെയ്യിക്കാനാണ് ആര്, കാലിക്സും കൊറോളയൊക്കെ, അല്ലേ. ചില കേസിൽ കാലിക്സും കൊറോളയും എന്താണ്, ഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിരിക്കില്ല. രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത, അതായത് കാലിക്സ് ആയിട്ടും കൊറോളയായിട്ടും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റാത്ത ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ്, അതിൽ നമ്മൾ അതിനെ രണ്ടിനെയും കൂടി ചേർത്ത് പറയുന്ന പേരാണ് എന്ത്, പെരിയാന്ത്. അത് നമുക്ക് കാലിക്സ് ആണോ എന്ന് വെച്ചാൽ കാലിക്സ് അല്ല, കൊറോള ആണോ എന്ന് വെച്ചാൽ കൊറോളയല്ല, അങ്ങനത്തെ ഒരു വേള്. അതിന് പറയുന്ന പേരാണ് എന്ത്, പെരിയാന്ത്. അങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റാത്ത, അതായത് നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ അതിനെ പെരിയാന്ത് എന്നാണ് പറയാറ്.
അങ്ങനെയുള്ള ഫ്ലവേഴ്സിൽ കൊറോള എന്ന് പറയുന്നത് എന്തായിരിക്കും? അങ്ങനെയുള്ള ഫ്ലവേഴ്സിലല്ല, ഫ്ലവേഴ്സിൽ കൊറോള എന്ന് പറയുന്നത് ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എപ്പറ്റാലസ് ഫ്ലവേഴ്സ് എന്നാണ് നോർമലി പറയാറ്. കൊറോള ആബ്സെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് എപ്പറ്റാലസ് ഫ്ലവേഴ്സ്. നമ്മൾ കൊറോളയാണോ കാലിക്സ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ആ ഒരു വേൾഡിനെ പറയുന്ന പേര് പെരിയാന്ത് എന്നാണ്. ഓക്കെ, ഇനി നമുക്കൊരു ഫ്ലവർ നോക്കാം, അതിൻ്റെ ഓരോ ഭാഗങ്ങളും. ഇപ്പോൾ ഒരു ഫ്ലവർ, നമ്മൾ ഈ ഒരു ഫിഗർ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു ഫിഗറാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താ കാലിക്സ്. അല്ല, ആദ്യം നമുക്ക് തലാമസ് നോക്കാം. തലാമസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഷോർട്ടൻഡ് ആയിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ആക്സിസ് ആണ് എന്ത്? തലാമസ്. അതിലെന്തുണ്ടാകും? ഇനി ഓരോ എസെൻഷ്യൽ വേർഡ്സ് നമുക്ക് നോക്കാം. എസെൻഷ്യൽ വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആൻഡ്രീഷ്യം, ഈ രണ്ട് ആൻഡ്രീഷ്യങ്ങൾ, പിന്നെ ഇതെന്താ സെന്ററിലുള്ള ഗൈനീഷ്യം. ഇതാണ് എസെൻഷ്യൽ ആയിട്ട് ഒരു ഫ്ലവറിന് വേണ്ട ഭാഗങ്ങൾ. ഇനി നോൺ എസെൻഷ്യൽ വേർഡ്സിൽ വരുന്നതാണ് എന്ത്? പെറ്റൽ, അതായത് നമ്മുടെ കൊറോള, സെപ്പൽ, അതായത് നമ്മുടെ കാലിക്സ്. അപ്പൊ ഇത് ബേസിൽ നിന്ന് മേലേക്ക് നോക്കുമ്പോൾ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഓക്കെ, അപ്പൊ ആൻഡ്രീഷ്യത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമന്റെ ഭാഗങ്ങളാണ് ആന്തറും ഫിലമെന്റും. ഗൈനീഷ്യത്തിന്റെ ഭാഗത്താണ് എന്തൊക്കെ? സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഇത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി കാലിക്സ് എന്ന് പറയുന്നതാണ് എന്ത്? ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഫ്ലോറൽ വേൾഡ് എന്ന് പറയുന്നത്. ഇത് നോൺ എസെൻഷ്യൽ ആണ്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്മോൾ ആയിട്ടുള്ള ഗ്രീൻ സ്ട്രക്ചേഴ്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് എന്ത്? സെപ്പൽസ്. അപ്പോൾ ഒരുപാട് സെപ്പൽസ് ചേർന്നിട്ടാണ് എന്ത്? കാലിക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കാലിക്സ് സെപ്പൽ എന്ന് പറയുന്നത് കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? കാലിക്സ് എന്നുള്ളത്. അപ്പൊ കാലിക്സ് എന്ന് പറയുന്നത് ഒരുപാട് സ്മോൾ ആയിട്ടുള്ള ഗ്രീൻ സ്ട്രക്ചേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിനെയാണ് നമ്മൾ സെപ്പൽസ് എന്ന് പറയാം. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഫ്ലോറൽ ബോൾ ആണ് എന്ത്? കാലിക്സ് എന്ന് പറയുന്നത്. ഇനി കാലിക്സിന്റെ ഉള്ളിലായിട്ട് എന്ത് കാണും? കൊറോള കാണും. കൊറോള എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് ആയിട്ടുള്ള കോൺസ്പീഷ്യസ് ആയിട്ടുള്ള അട്രാക്റ്റീവ് പാർട്ടാണ് ഒരു ഫ്ലവർ. ഇപ്പൊ നമ്മൾ ചെമ്പരത്തിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആ എതളുകളാണല്ലേ. ആ ഒരു റെഡ് കളർ എതള് കാണുമ്പോൾ നമ്മൾ ആരായാലും നോക്കിപ്പോകും. അതാണ് ഒരു അട്രാക്ഷൻ. ആ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് എന്ത്? നമ്മുടെ കൊറോള എന്ന് പറയുന്നത്. ഈ കൊറോള എന്ന് പറയുന്നത് എന്താണ്? കളേർഡ് ആയിരിക്കും. പല 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 പൂക്കളുണ്ട് അല്ലെ, പല നിറത്തിലുള്ള പൂക്കളുണ്ട്. ഈ കൊറോള ആണ് ആ ഒരു പൂവ്, ആ പൂവിന്റെ ഒരു അട്രാക്റ്റീവ് ഭാഗം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കൊറോളയാണ് അല്ലേ. ഇത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്? നമ്മുടെ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ആ ഒരു എസ്തെറ്റിക് സെൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. ആക്ച്വലി ആ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് ശരിക്കും പോളിനേഷന് വേണ്ടിയിട്ടാണ്. ചിലത് എന്താണ്? പലതും പല കളേർഡ് ആയിരിക്കും. ചിലത് കളർലെസ് വൈറ്റിലായിരിക്കും, നല്ല ഡാർക്ക് കളേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ സെന്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ജാസ്മിൻ അങ്ങനത്തെ ഫ്ലവേഴ്സിന് എന്തായിരിക്കും? ഒരു പ്രത്യേക സ്മെല്ലുണ്ടായിരിക്കും. അതൊക്കെ അട്രാക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ. കൊറോള എന്ന് പറയുന്നത് സെവറൽ തിൻ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിനെ പറയുന്ന പേരാണ് എന്ത്? പെറ്റൽസ്. അപ്പൊ കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? പെറ്റൽസ്. ഇനി അടുത്തതാണ് എന്ത്? ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഒരു ഫ്ലവറിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് എന്താ? അതിന്റെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഈ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കൊറോളേന്റെ തൊട്ട ഉള്ളിലുള്ളതാണ് എന്ത്? ആൻഡ്രീഷ്യം അല്ലേ. കൊറോളേന്റെ ഉള്ളിലുള്ള ഭാഗമാണ് എന്ത്? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? ഒരുപാട് സ്റ്റേമൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേമനുകളോട് ഉണ്ടാക്കിയതാണ്. അപ്പം ആൻഡ്രീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് എന്ത്? സ്റ്റേമൻസ് എന്ന് പറയുന്നത്. സ്റ്റേമൻസിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് അതിന്റെ ഫിലമെന്റും അതുപോലെ തന്നെ എന്താണ്? ആന്തറും. അപ്പൊ നമ്മൾ ആ ഒരു ഫിഗറിൽ കണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതാണ് എന്ത്? ആന്തർ. ഇത് അതിന്റെ ഫിലമെന്റ് ആണ് അല്ലേ.
ഇതാണ് ആ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ആ ഒരു ആൻഡ്രീഷ്യം എന്ന് പറയുന്ന ആ ഒരു ഫ്ലോറൽ വേൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഫിലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോങ് ആയിരിക്കും, സ്ലെൻഡർ ആയിരിക്കും. അതിലായിരിക്കും എന്ത്, ആന്തർ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ആന്തർ എന്ന് പറയുന്നത് ബോക്സ് ലൈക്ക് ആയിരിക്കും, ബോക്സ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക, നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. ഇനി ഗൈനീഷ്യം, അടുത്ത പാട്ടാണ് എന്ത്, ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ. ഗൈനീഷ്യത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്, പിസ്റ്റിൽ. ഇത് ഏറ്റവും ഉള്ളിലുള്ള ഫ്ലോറൽ വേൾ ആണ് എന്ത്, ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഇത് ഫ്ലവറിന്റെ സെന്റർ പോർഷനിലാണ് എന്തുണ്ടാവുക, ഗൈനീഷ്യം ഉണ്ടാവുക. ഇതാണ് എന്ത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് എന്ത്, ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഗൈനീഷ്യം ആണ് എന്ത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇതിനെന്താണ്, 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ. ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ എന്ന് പറഞ്ഞിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. നമ്മൾ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ഭാഗങ്ങൾ. ഇത് നമ്മളെ ഏറ്റവും ഓക്കെ, ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ. ഇപ്പൊ ഇങ്ങനെ ഗൈനീഷ്യം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഭാഗങ്ങൾ, ഇത് സ്റ്റിഗ്മയാണ്, ഇത് സ്റ്റൈലാണ്, ഇതെന്താണ്, ഓവറിയാണ്. ഇതാണ് ഒരു ഗൈനീഷ്യത്തിന്റെ സ്ട്രക്ചർ. ഇനിയിപ്പോൾ ആൻഡ്രീഷ്യം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിലമെന്റും അതുപോലെ തന്നെ എന്താണ്, ആന്തറും. ഓക്കെ, ഓവറി എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ബേസിലുള്ള ആ ഒരു പോർഷൻ ആണ്. സ്റ്റൈൽ എന്ന് പറയുന്നത് സ്ലെൻഡറും ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മിഡിൽ പാർട്ടാണ്. സ്റ്റിഗ്മ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റിക്കി ആയിട്ടുള്ള ടിപ്പാണ്. ഇവിടെയാണ് എന്ത് വന്ന് വീഴുക, പോളൻ ഗ്രെയിൻസ്. അതായത് നമ്മൾ ആൻഡ്രീഷ്യത്തിലെ ആന്തറിന്റെ ഉള്ളിലുള്ള ആ ഒരു പോളൻ ഗ്രെയിന് വന്ന് വീഴുന്നത് എവിടെയാണ്, ഈ സ്റ്റിഗ്മയിലാണ്. സ്റ്റിഗ്മയിൽ നിന്ന് ഇതിലൂടെ പോകും, സ്റ്റൈലിലൂടെ ഓവറിയിൽ എത്തുകയാണ് ചെയ്യുക. ഓക്കെ, സ്റ്റിഗ്മ എന്ന് പറയുന്നത് എന്താണ്, ചിലപ്പോൾ സ്വള്ളനായിരിക്കും, തിക്ക് ആയിരിക്കും, ഗ്ലോബുലാർ ആയിരിക്കും, ചില കേസിൽ ഫ്ലാറ്റ് ആയിരിക്കും, മെംബ്രെയിനസ് ആയിരിക്കും, ചിലതിൽ ടെർമിനലി ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഹിബിസ്കസിന്റെ കേസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റിഗ്മ എന്താണ്, ടെർമിനലി ബ്രാഞ്ച്ഡ് ആണ്. ഏകദേശം 5 സ്റ്റിഗ്മ ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. 5 ബ്രാഞ്ചിങ് ഉണ്ട്. ഓക്കെ, ഇനി ഓവറിയിൽ എന്താണ്, ഒരുപാട് ഓവോയിഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് എന്ത്, ഓവ്യൂൾസ്. ഈ ഓവ്യൂൾസ് ആണ് ഫെർട്ടിലൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത്, സീഡായിട്ട് മാറുന്നത്. അപ്പോ ഈ ഓവ്യൂൾസ് ആണ് എന്തായിട്ട് മാറുന്നത്, ഓവ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ ഇമ്മച്യൂർ ആയിട്ടുള്ള സീഡാണ്. ഓവറി എന്ന് പറയുന്നത് റൈപ്പൺ ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ഇത്രയാണ് എന്ത്, ഒരു ഫ്ലവറിന്റെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലവർ ബേസ്ഡ് ഓൺ ഫ്ലോറൽ പാർട്സ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇങ്ങനെ അടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.